ഹായ്, വെൽക്കം ടു CC+. നമ്മുടെ നവോദയ എക്സാമിങ് അടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്നാണ്? ജനുവരി 18-ാം തീയതിയാണ് നമ്മുടെ നവോദയയുടെ എക്സാം നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ CC+ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു 30-ഡേ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ റെഗുലർ ക്ലാസ്സുകളിൽ ഒരുപാട് പാസേജ് ക്വസ്റ്റ്യൻസ് മലയാളത്തിന് ബേസ് ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നവോദയയുടെ പാസേജ് ക്വസ്റ്റ്യൻസ് വരുന്നത്, തെറ്റില്ലാതെ എങ്ങനെയാണ് ഓരോ മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കിന്ന് ചെറിയൊരു പാസേജ് ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കേ. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സമരത്തിനാണ് ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം ഒരു സമരമാർഗമായി പ്രയോഗിക്കുന്നത്. ആ സമരപരിപാടി കുറച്ചു മുമ്പോട്ട് പോയപ്പോൾ മാത്രമാണ് അതുവരെ സമ്പാദിച്ചിരുന്ന മാനസിക ശിക്ഷണത്തിന്റെ അപര്യാപ്തത അദ്ദേഹത്തിന് ബോധ്യമായത്. ആത്മശുദ്ധീകരണത്തിലൂടെയും ബ്രഹ്മചര്യത്തിലൂടെയും ആത്മസാക്ഷാത്കാരം നേടുന്നവന് മാത്രമേ യഥാർത്ഥ സത്യാഗ്രഹിയാകാൻ കഴിയൂ എന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ആത്മസാക്ഷാത്കാരം നേടാൻ ഗാന്ധിജി കഠിനമായ പരീക്ഷണങ്ങളാണ് സ്വീകരിച്ചത്. ഉപവാസം, ആഹാര നിയന്ത്രണം തുടങ്ങിയവ ഗാന്ധിജി അനുഷ്ഠിച്ച കഠിനമായ ചര്യകളിൽ ചിലത് മാത്രമാണ്. പൗരാണിക കാലത്തെ മഹർഷിമാർ മനനധ്യാനങ്ങൾ കൊണ്ടാണ് ആത്മസാക്ഷാത്കാരം നേടിയത്. പക്ഷേ മഹാത്മജി അതുകൊണ്ട് മാത്രം തൃപ്തനല്ല. പരോപകാര കർമ്മവും ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗമായി അദ്ദേഹം കണ്ടു. അതുകൊണ്ട് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപ്രവർത്തനങ്ങൾക്കുമായി തന്റെ ജീവിതം സർവാത്മന സമർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ ആത്മസമർപ്പണത്തിലൂടെയാണ് അദ്ദേഹം ആനന്ദവും മോക്ഷവും കൈവരിച്ചത്. അപ്പം നമ്മുടെ പാസേജ് കണ്ടല്ലോ, ഇത് തരത്തിലുള്ള കുറച്ച് വലിയ പാസേജസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എല്ലാ വർഷവും കാണുന്നത്. അപ്പം ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശ സ്ഥാപനത്തിന് ഗാന്ധിജി സ്വീകരിച്ച സമരമാർഗം ഏതായിരുന്നു? ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യക്കാരുടെ അവകാശ സ്ഥാപനത്തിന് ഗാന്ധിജി സ്വീകരിച്ച സമരമാർഗം. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നിസ്സഹകരണം. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നമ്മൾ ഈ വേർഡ് കേട്ടിട്ടുണ്ട്. നിരാഹാരം, സത്യാഗ്രഹം, ധർണ. അല്ലെ, ഒന്നിനൊന്ന് എന്താണ് അതുമായിട്ട് അടുത്ത് നിൽക്കുന്നത്, വളരെ അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശ സമരത്തിന് ഗാന്ധിജി സ്വീകരിച്ച സമരമാർഗം? എന്താണ് നോക്കിക്കേ. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സമരത്തിനാണ് ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം ഒരു സമരമാർഗമായി പ്രയോഗിക്കുന്നത്. അപ്പൊ എന്താണ് സത്യാഗ്രഹം? അല്ലെ, ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഇതേപോലെയാണ് നമ്മൾ ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ പാസേജ് ചിലപ്പോൾ വീണ്ടും വീണ്ടും റീഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഗാന്ധിജി അനുഷ്ഠിച്ച കഠിനചര്യകളിൽ ഉൾപ്പെടുന്നത് ഏത്? സന്യാസം, ഉപവാസം, ദീർഘതപസ്, ആത്മപീഡനം. ഈ വേർഡ്സ് ഒക്കെ നമ്മൾ പാസേജിൽ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോഴെന്താണ് ഗാന്ധിജി അനുഷ്ഠിച്ച കഠിനചര്യയിൽ ഉൾപ്പെടുന്നത് എന്താണ്? പാസേജ് നോക്കാൻ നമുക്കറിയാമല്ലേ, എന്താണ്? ഉപവാസം. നമ്മൾ ആ പാസേജ് വായിച്ചു പോയപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപവാസമാണ് ഗാന്ധിജി അനുഷ്ഠിച്ച കഠിനചര്യയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പണ്ട് കാലത്തെ മഹർഷിമാർ ആത്മസാക്ഷാത്കാരം നേടിയിരുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആഹാര നിയന്ത്രണം കൊണ്ട്, ഓപ്ഷൻ ബി യാഗാദി കർമ്മങ്ങൾ കൊണ്ട്, ഓപ്ഷൻ സി ലൗകിക വിരക്തി കൊണ്ട്, ഓപ്ഷൻ ഡി മനന ധ്യാനങ്ങൾ കൊണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയിൽ നിന്നും മാറിയല്ലേ, മഹർഷിമാർ ആത്മസാക്ഷാത്കാരം നേടിയിരുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? പൗരാണിക കാലത്തെ മഹർഷിമാർ മനന ധ്യാനങ്ങൾ കൊണ്ടാണ് ആത്മസാക്ഷാത്കാരം നേടിയത്. അപ്പോഴെന്താണ് മഹർഷിമാർ ആത്മസാക്ഷാത്കാരം നേടിയിരുന്നത്?
മനനധാനങ്ങൾ കൊണ്ട്. ഓക്കെ, മനന ധ്യാനങ്ങൾ കൊണ്ടാണ് മഹർഷിമാർ ആത്മസാക്ഷാത്കാരം നേടിയിരുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആർക്കാണ് യഥാർത്ഥ സത്യാഗ്രഹിയാകാൻ കഴിയുന്നത്? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആർക്കാണ് യഥാർത്ഥ സത്യാഗ്രഹിയാകാൻ കഴിയുന്നത്? അതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ലൗകിക ജീവിതം ഉപേക്ഷിക്കുന്നവന്, ശരീരശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന്, ആധ്യാത്മിക ശക്തി കൈവരിക്കുന്നവന്, ആത്മസാക്ഷാത്കാരം നേടുന്നവന്. ആർക്കാണ് യഥാർത്ഥ സത്യാഗ്രഹിയാകാൻ കഴിയുന്നത്? ആത്മസാക്ഷാത്കാരം നേടുന്നവനാണ് അല്ലേ? നോക്കിക്കേ, നമ്മുടെ പാസേജില് യഥാർത്ഥ സത്യാഗ്രഹിയാകാൻ ആർക്കേ കഴിയുള്ളൂ? ആത്മസാക്ഷാത്കാരം നേടുന്നവന് മാത്രമേ ആരാകാൻ കഴിയുള്ളൂ? യഥാർത്ഥ സത്യാഗ്രഹിയാകാൻ കഴിയുകയുള്ളൂ. കൃത്യമായിട്ട് നമ്മുടെ പാസേജിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി അല്ലേ? അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ പാസേജും ഇങ്ങനെയാണ് മലയാളത്തിന്റെ ഓപ്ഷനിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഓരോ മാർക്കും നമ്മൾ നേടിയെടുക്കേണ്ടത്. കൃത്യമായിട്ട് വായിക്കണം. എല്ലാ ഓപ്ഷൻസും തന്നെ എന്തായിരിക്കും? നമ്മുടെ ആ പാസേജിൽ തന്നിട്ടുള്ളത് തന്നെയായിരിക്കും മിക്കവാറും. അതും വളരെ വളരെ ആ ഉത്തരത്തോട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷൻസ് ആയിരിക്കും എപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് നമ്മൾ പാസേജ് വായിക്കണം. എന്ത് ഡൗട്ട് തോന്നിയാലും എന്ത് ചെയ്യണം? വീണ്ടും ആ പാസേജ് ഒന്നും കൂടി എടുത്തു നോക്കിയിട്ട് ആ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. ഒരു മാർക്ക് പോലും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് എന്ത് ചെയ്യരുത്, നമുക്ക് മിസ്സാവാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു പാസേജ് നോക്കാം. വീണപൂവ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നോക്കാം എന്താണ് ഇതിൽ പാസേജിൽ പറയുന്നതെന്ന്. വീണപൂവ് എന്ന കവിത ആശാന്റെ പുനർജന്മമാണ് എന്ന് പറയപ്പെടുന്നു. ആധുനിക മലയാള കവിത വീണപൂവിനോട് കൂടിയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കവിതയിലെ പരിവർത്തനത്തിന്റെ തുടക്കമായിരുന്നു വീണപൂവ്. അമ്പിളിയുടെയും ആമ്പലിന്റെയും സ്വപ്നലോകത്ത് നിന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചെളിക്കുണ്ടുകളിലേക്ക് ഇറങ്ങി വരാൻ കവികളെ ആശാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ആ ആഹ്വാനം മലയാള കവിതയെ വളർച്ചയുടെ പുതിയൊരു തലത്തിലേക്കാണ് നയിച്ചത്. 1086 വൃശ്ചികത്തിൽ കവി പാലക്കാട്ട് താമസിക്കുമ്പോഴാണ് വീണപൂവ് വിരിഞ്ഞത്. ആദ്യമായി മൂർക്കോത്ത് കുമാരൻ മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് CS സുബ്രഹ്മണ്യൻ പോറ്റി അത് ആമുഖത്തോടുകൂടി കവിത 1907 ഭാഷാപോഷിണിയിൽ പ്രസിദ്ധീകരിച്ചു. ശ്രദ്ധിക്കണം, മൂർക്കോത്ത് കുമാരനാണ് ആദ്യമായിട്ട് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് എന്താണ്? CS സുബ്രഹ്മണ്യൻ പോറ്റി ആമുഖത്തോടുകൂടി 1907 ഭാഷാപോഷിണിയിലും പ്രസിദ്ധീകരിച്ചു. ഞെട്ടറ്റു വീണ ഒരു പൂവിനെ പ്രതീകമാക്കി മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയെപ്പറ്റി, നിരർത്ഥകതയെപ്പറ്റി നടത്തുന്ന ദുഃഖസാന്ദ്രമായ വിചിന്തനമാണ് വീണപൂവ്. ലൗകിക ജീവിതത്തെ ദാർശനിക രീതിയിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു കുമാരനാശൻ. ശ്രീനാരായണ ഗുരുവിനോടൊപ്പമുള്ള ആധ്യാത്മിക ജീവിതവും തത്വചിന്തയോടുള്ള പ്രതിപത്തിയുമായിരുന്നു കാവ്യവിഷയത്തെ വ്യതിരിക്തമായി അവതരിപ്പിക്കുവാൻ കുമാരനാശാന് പ്രചോദനമായത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? വീണപൂവ്, കുമാരനാശാൻ, അതേപോലെ ശ്രീനാരായണ ഗുരു, നമ്മുടെ LSS, USS, നവോദയ ഇതിലൊക്കെ സ്ഥിരമായിട്ട് കടന്നു വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആ പാസേജ് കൃത്യമായിട്ട് വായിക്കുക. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിലുള്ള അറിവുകളും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ സ്വായത്തമാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മലയാള കവിതയിൽ വീണപൂവിന്റെ സ്ഥാനം എന്ന് നമ്മൾ എന്ത് ചെയ്തു? പാസേജിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? വീണപൂവിന്റെ സ്ഥാനം എന്താണ്? ആധുനിക മലയാള കവിത വീണപൂവിനോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ആധുനിക മലയാള കവിത വീണപൂവിനോട് കൂടിയാണ് ആരംഭിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? കവികളോട് ആശാൻ ആഹ്വാനം ചെയ്തത് എന്ത്? നമ്മൾ പറയുന്നതാണ് ആധുനികതയുടെ തുടക്കം എവിടെ മുതലാണ്? വീണപൂവിൽ നിന്നാണ് അല്ലേ? അപ്പൊ ആശാൻ എന്താണ് ആഹ്വാനം ചെയ്തത് മറ്റുള്ള കവികളോട്? ആമ്പലിന്റെയും എന്താണ് താമരയുടെയും ഒക്കെ സ്വപ്നലോകത്ത് നിന്നും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചെളിക്കുണ്ടുകളിലേക്ക് ഇറങ്ങി വരാനാണ് ആഹ്വാനം ചെയ്തത്.
ആ ആഹ്വാനം എന്തായിട്ട് മാറി? മലയാള കവിതയുടെ ഒരു മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കുകയുണ്ടായി. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? എവിടെയാണ് വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? മിതവാദിയിലാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? മിതവാദിയിലാണ് ആദ്യമായിട്ട് വീണപൂവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ. നാലാമത്തത്, വീണപൂവ് ആമുഖത്തോടു കൂടി ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചതാരം. ഇവിടുത്തെ ഓപ്ഷൻ കണ്ടോ? നമ്മൾ നോക്കുമ്പോൾ എന്താണ്? CS സുബ്രഹ്മണ്യൻ പോറ്റി, VI സുബ്രഹ്മണ്യൻ അല്ലേ? നമുക്ക് സാമ്യം തോന്നുന്ന രണ്ട് പേരുകളാണ്. അതേപോലെ ചിലപ്പോൾ എന്താണ്, ഇനീഷ്യലിൽ മാത്രം മാറ്റം വരുന്ന ആളുകളെയും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനുകളിൽ നമ്മൾ കാണാം. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ആരാണ്? CS സുബ്രഹ്മണ്യൻ പോറ്റിയാണ് വീണപൂവ് ആമുഖത്തോടു കൂടി ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം അല്ലേ? അപ്പം നമ്മൾ എന്താണ്, ഒരു പാസേജ് വെച്ചല്ലേ, 2 പാസേജ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറും നമ്മൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും എന്താണ്? ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. നമ്മൾ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അതായത് പാസേജ് എങ്ങനെയാണ് വരുന്നത്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ എന്താണ്, മറ്റു ചില രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഒത്തിരി വലിയൊരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ട് അതിൽ നിന്നും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലുപരി ചിലപ്പോൾ ഇങ്ങനെ ഒരു വേർഡൊക്കെ തരും. മുഖം എന്നർത്ഥം വരാത്ത പദമേത്? മുഖം എന്ന് അർത്ഥം വരാത്ത പദമേത്? അപ്പൊ നമ്മൾ എന്താണ്? ലാസ്യം, ഹാസ്യം, വദനം, ആനനം അല്ലേ? അപ്പോഴിതിൽ ഏതാണ്? ലാസ്യമാണ് അല്ലേ? അപ്പൊ ഇത് നമ്മളിങ്ങനെ ഉത്തരം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്തോ ചെയ്യണം? പര്യായങ്ങൾ പഠിക്കണം. അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ വാക്കുകളുടെയും പര്യായം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുള്ളത്? അതേപോലെ വിപരീതം വരാറുണ്ട്, സന്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നവോദയയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ വേണം നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കാൻ. വെറുതെ പാസേജുകൾ മാത്രം വായിച്ചൊരു ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയിലാവരുത്. കൃത്യമായിട്ട് അതിൽ വരുന്ന നല്ല പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പര്യായം, വിപരീതം തുടങ്ങിയ കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്. ഓക്കെ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നവോദയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് CC+ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 30 ദിവസത്തെ നവോദയ എൻട്രൻസിൻ്റെ ക്രാഷ് കോഴ്സ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്